முருகப்பெருமான் வந்து அருணகிரிநாதர்னே வச்சுக்கோமே. இப்போ அருணகிரிநாதருக்கு வந்து முக்தி கிடைக்கல. முக்தி கிடைக்கல அப்படின்னோன்னு என்ன அர்த்தம்? அந்த ஜுவாலைய வந்து அந்த இடத்துல வந்து கட்டுப்படுத்த முடியல. அந்த உடம்புக்குள்ள இருக்கிற சூட்ட. என்ன பண்றது? சரி எனக்கு இங்க கிடைக்காத போது, எங்க கிடைக்க போகுது? முக்தி கிடைக்கல அப்படிங்கும்போது நான் என்ன பண்றது? நேரா நான் போறேன். என்னோட இடத்துக்கே போறேன்னு சொல்லி போட்டு அருணகிரிநாதரும் முருகப்பெருமானும் போனதா கூட நம்ம நினைச்சு பார்க்கலாம் இல்லையா? அந்த ஜுவாலை தானே அது. அந்த வெப்பம் தானே. പണ്ടു പണ്ട് ഓന്തുകൾക്കും മുമ്പ് ദിനോസറുകൾക്കും മുമ്പ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിൻ്റെ അപ്പുറം കാണണ്ടേ? ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു. പച്ചപിടിച്ച താഴ്വര. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഏടത്തി പറഞ്ഞു. എനിക്ക് പോകണം, അനുജത്തി പറഞ്ഞു. അവളുടെ മുമ്പിൽ കിടന്ന അനന്തപഥങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ഏട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും, ഏട്ടത്തി പറഞ്ഞു. ഇതു കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ. അസ്തമയത്തിൻ്റെ താഴ്വരയിൽ ഏടത്തി തനിച്ചു നിന്നു. പായൽക്കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്നു. അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്കിറങ്ങി. മൃതിയുടെ മുലപ്പാല് കുടിച്ച് ചില്ലകൾ പടർന്നു തിടം വച്ചു. കണ്ണിൽ സുറുമയും കാലിൽ തണ്ടയുമിട്ട ഒരു പെൺകുട്ടി ചെതലിയുടെ താഴ്വരയിൽ പൂവിറുക്കാനെത്തി. അവിടെ തനിച്ചു നിന്ന ചെമ്പകത്തിൻ്റെ ചില്ലയൊടിച്ച് പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു, അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ. ഡെത്തും ലൈഫും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അതുമാതിരിയാണ് ഈ മെമ്മറിയും ഫോർഗറ്റിങ്ങും. നമ്മൾ റിക്കലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കുമ്പോൾ അതിലൊരേ സമയം മെമ്മറിയുണ്ട്, മെമ്മറീൻ്റെ ഒപ്പം ഫോർഗറ്റിംഗ് ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ഈ റിമെമ്പറിങ് എന്ന് പറയുന്നത് ഒരു ഡൈനമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഭയങ്കര എന്താ പറയുക, ഒട്ടും സ്റ്റാറ്റിക് അല്ലാത്തൊരു സാധനം. ഇതിനകത്ത് ഫോർഗറ്റിങ്ങും മെമ്മറിയും തമ്മിൽ എപ്പോഴും ഒരു മൽപ്പിടുത്തം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടിനെയും അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴും. അതുപോലെയാണ് നമ്മൾ ഈ കഥയിലെ പോലെ തന്നെയാണ് നമ്മൾ മിത്തിനെ ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ മുരുകൻ എന്ന ദൈവം ആരാണെന്ന് ആലോചിക്കുമ്പോൾ ഒരേ സമയത്ത് മെമ്മറിയുടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതേ സമയത്ത് നമ്മൾ എന്തൊക്കെയോ മറന്നു പോകുന്നുണ്ട്. ശരിക്കും ഇതാരാണെന്ന് നമുക്കറിയില്ല. മുരുകൻ്റെ ഒന്നിലധികം കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മുരുകനെ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു. വാളയാർ, മലമ്പുഴ, കാഞ്ഞിരപ്പുഴ ഈ പ്രദേശങ്ങളാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം മനുഷ്യർ ജീവിച്ചിരുന്ന ആദ്യകാലത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ആദിമശിലായുഗത്തിലെ, മധ്യശിലായുഗത്തിലെ, സൂക്ഷ്മശിലായുഗത്തിലെ, ഇരുമ്പ് യുഗത്തിലെ, ഈ സൂക്ഷ്മശിലായുഗത്തിനും ഇരുമ്പ് യുഗത്തിനും ഇടയ്ക്കുള്ള ഒരു കാലം, ഒരു നവീന ശിലായുഗം, അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ ചുരുക്കത്തിലാണെങ്കിലും അത് പാലക്കാട് നിന്ന് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് പാലക്കാട് ഗ്യാപ്പിൻ്റെ ഒരു സൈഡ്. പാലക്കാട് ഗ്യാപ്പ് പറയണതിൻ്റെ ഇവിടെ നിന്ന് ഈ കിഴക്ക് പടിഞ്ഞാറ് സ്ട്രെച്ചിലുള്ള ഈയൊരു നാച്ചുറൽ കോറിഡോറാണ് പണ്ടുകാലം മുതലേ തന്നെ ഇൻലാൻഡ് ദ്രവീഡിയൻസിൽ ഇപ്പം മധുരൈ തഞ്ചാവൂറൊക്കെ കേന്ദ്രീയമായിട്ടുള്ള തമിഴ് സംസ്കാരത്തിന് ഈ വെസ്റ്റേൺ കോസ്റ്റുമായിട്ട് അറബിക്കടലിൻ്റെ തീരങ്ങളുമായിട്ട് അവിടുത്തെ മേജർ പഴയ കാലത്തെ പോർട്ടുകളാണ് മറ്റേ മുസിരീസ് കൊച്ചി ആയിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻലാൻഡ് കോറിഡോറാണ് ശരിക്കും പാലക്കാട് ഗ്യാപ്പ്. സൗത്ത് ഇന്ത്യൻ്റെ മൊത്തം കൾച്ചറൽ എന്താ പറയുക ഹാർട്ട് എന്ന് പറയുന്നത് കാവേരിയുടെ ഉത്ഭവ സ്ഥലമാണ്. അപ്പോൾ ഈ കാവേരി റിവർ ബേസിനിലും അതിൻ്റെ കൈവഴിയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാർഷിക വൃത്തിയിലൂന്നിയിട്ടുള്ള ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഭയങ്കര ബലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയിലുള്ള ദ്രാവിഡ സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. രണ്ടാം നൂറ്റാണ്ട് BC മുതൽ ഒരു 2-ാം നൂറ്റാണ്ട് AD വരെ ഒരു 4 നൂറ്റാണ്ട് ഈ കാലത്താണ് പഴന്തമിഴ് കാലഘട്ടം ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഡാർക്ക് ഏജ് എന്നൊക്കെ പറയല്ലേ, ആ കാലത്ത് കുറേ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഒരു മിക്സിംഗ് പ്രോസസ്സ് നടന്നു. അങ്ങനെ പതുക്കെ ഒരു ഡിവോഷണലിസം വന്നു, ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട്. ക്ഷേത്രങ്ങളൊക്കെ വളരാൻ തുടങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള പുരാണത്തിലെ ഇതിഹാസങ്ങളിൽ മറ്റ് വൈദികമായിട്ടുള്ള ഉപനിഷദികമായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തമിഴ് ഭാഷയിൽ പ്രേരിപ്പിക്കാനായിട്ട് വന്ന ആളുകളെയാണ് ഭക്തി നായകരെന്ന് പറയുന്നത്. അതിലൊരാളാണ് ഔവയാർ. മുരുകൻ മറ്റേ ഇവിടെ നിന്ന് പിണങ്ങി വന്നിട്ടേ, അതായത് മുരുകനും ഗണപതിയാണല്ലോ പരമശിവൻ്റെയും പാർവതിൻ്റെയും മക്കൾ. അപ്പോൾ ഒരു ദിവസം നാരദൻ വന്നിട്ട് ഒരു പഴം കൊണ്ടുവരും. ഒരു പഴമേ ഉള്ളൂ, 2 മക്കളുണ്ട്. ഒരു പഴം കൊണ്ടുവരും. ഇത് ജ്ഞാനപ്പഴമാണ്, ഫ്രൂട്ട് ഓഫ് നോളജാണ്. പരമശിവൻ പറഞ്ഞ് നിങ്ങൾ രണ്ടാളും ലോകം ചുറ്റാൻ പോവുക. അതുകൊണ്ട് ആദ്യം ലോകം ചുറ്റി വരുന്നത് ആരാണോ അവനാണ് ഈ പഴത്തിൻ്റെ റൈറ്റ്ഫുൾ എയർ എന്ന് പറയും. അത് കേട്ട് മുരുകൻ മറ്റേ മയിലിൻ്റെ പുറത്ത് ചാടിക്കറി ഒരൊറ്റ വിടൽ വിട്ടു ലോകം ചുറ്റാൻ. ഗണപതിയാണെങ്കിൽ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും റൗണ്ട് അടിച്ചിട്ട് ഗണപതി പഴമെടുത്ത് കഴിച്ച്. മുരുകൻ വരുമ്പോഴത്തേക്ക് ഗണപതി മറ്റേ ഫ്രൂട്ട് ഓഫ് നോളജൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പം മുരുകന് ദേഷ്യം വരും. എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ, ഞാൻ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ല, എനിക്കും കൂടി അവകാശപ്പെട്ടാൽ എനിക്ക് തരണ്ടേ ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് പെട്ടെന്ന് മൂപ്പരൊരു സങ്കടം വന്നിട്ട് മൂപ്പര് പിണങ്ങിയിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വരും. അങ്ങനെ പഴനിയിലേക്ക് ഇറങ്ങി വരും. മുരുകന് വേറെ ഒരു കഥയുണ്ട്. പരമശിവന് ഓംകാരപ്പൊരുള് പരമശിവൻ്റെ അടുത്ത് പരമശിവൻ മുരുകനോട് ചോദിക്കും, നിനക്ക് ഈ ശരിക്കും ഈ ഓംകാരപ്പൊരുൾ അറിയുമെന്ന് ചോദിച്ചപ്പോൾ മുരുകൻ പറയും, അറിയും, പക്ഷെ പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മുരുകൻ. അപ്പോൾ പരമശിവൻ പറഞ്ഞു, ശരി എന്നാൽ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് അറിയുമോ നോക്കട്ടെ. പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യഭാവം സ്വീകരിക്കുക, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പരമശിവന് ഉപദേശം കൊടുത്ത പരമശിവന് ഓംകാരപ്പൊരുൾ പഠിപ്പിച്ച ആളെന്നുള്ള രീതിയിൽ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്നുണ്ട് മുരുകൻ. ഇതേമാതിരി മറ്റേന്താണ് ഈ പറഞ്ഞ ഈ ഓംകാര തത്വം അറിയാത്തത് കൊണ്ട്, പ്രണവപ്പൊരുൾ അറിയാത്തത് കൊണ്ട്, ഓർമ്മയില്ലാത്തത് കൊണ്ട് ബ്രഹ്മാവിനെ പിടിച്ച് തടവിലിട്ടിട്ടുണ്ട് മുരുകൻ. ഇങ്ങനെ ലഗസിയുള്ള ആളാണ് പിണങ്ങി തമിഴ്നാട്ടിലേക്ക് വരുന്നത്. வேண்டிய மாம்பழத்தை கணபதிக்கு அந்த வெள்ளி பனித்தலையர் கொடுத்ததற்கு வேண்டிய மாம்பழத்தை கணபதிக்கு அந்த வெள்ளி பனித்தலையர் கொடுத்ததற்கு ஆண்டின் கோலமுற்று மலை மீது கோலமுற்று மலை மீது நீ அமர்ந்த பழனி ஒரு படை வீடு, நீ அமர்ந்த பழனி ஒரு படை வீடு, அறுபடை வீடு கொண்ட திருமுருகா.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുരുകൻ്റെ സൗത്ത് വാർഡ് ജേണിയും അഗസ്ത്യരുടെ സൗത്ത് വാർഡ് ജേണിയും ഫിലോസഫിയുടെ ഇന്ത്യൻ വേദിക് നോളജിൻ്റെ സൗത്ത് വാർഡ് ജേണിയും കൂടെ മനസ്സിലാക്കണം. അതായത് വേദങ്ങളിലും ഉപനിഷത്തിലും സത്യത്തെ എന്തായിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണോ സത്യത്തെ മനസ്സിലാക്കുന്നത്, ഓംകാര പൊരുൾ, പ്രണവ പൊരുൾ, അല്ലെങ്കിൽ അദ്വൈതം, അല്ലെങ്കിൽ വേദിക് ഉപനിഷത്തിക് ആയിട്ടുള്ള ട്രൂത്ത് എന്താണോ ആ ട്രൂത്ത് തന്നെയാണ്, ആ ട്രൂത്തിൻ്റെ വേറെ ഒരു ട്രാൻസ്ലേഷൻ തന്നെയാണ് തമിഴ് ക്ലാസിക് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. നക്കീരരുടെ തിരുമുരുകാറ്റുപട എന്നുള്ള സംഘം ടെക്സ്റ്റിൽ മുരുകൻ്റെ 6 പടൈവീടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മുരുകൻ്റെ ലൈഫിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 6 ഇവൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 6 അമ്പലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിൻ്റെ സർക്യൂട്ടാണത്. അതിൽ പഴനി എന്ന് പറയുന്നത് ജ്ഞാനപ്പഴം കിട്ടാതെ അച്ഛനോടും അമ്മയോടും പിണങ്ങിയിട്ട് ആണ്ടിപ്പണ്ടാരമായിട്ട് വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. തനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു നാട്, തൻ്റേതെന്ന് പറഞ്ഞിട്ടുള്ള ജനങ്ങളെ ആഗ്രഹിച്ച് വന്ന് നിൽക്കുന്ന ഇടമാണ്. ഇത് ഇൻജസ്റ്റായിട്ടുള്ള ഒന്നും നടക്കാണ്ട് യുട്ടോപ്യനായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും തമിഴ് സംഘം സിവിലൈസേഷനും വിഭാവനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ മുരുകൻ്റെ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് അഗസ്ത്യരാണ്. അഗസ്ത്യർക്കാണ് മുരുകൻ തമിഴ് പറഞ്ഞു കൊടുക്കുന്നത്. അഗസ്ത്യരാണ് മുതൽ സംഘത്തിൻ്റെ പ്രധാന ആൾ. ഈ അഗസ്ത്യർ വേദങ്ങളിലുമുണ്ട്. ഋഗ്വേദത്തിൻ്റെ പല ഭാഗങ്ങളും എഴുതിയത് അഗസ്ത്യരാണെന്ന് പറയുന്നുണ്ട്. മിത്രവരുണന്മാരുടെ ബീജം ഒരു മൺകുടത്തിൽ ചേർന്ന് അതിൽ നിന്നുണ്ടായതാണ് വേദങ്ങളിൽ പൗലസ്ത്യൻ എന്നുകൂടെ പേരുള്ള അഗസ്ത്യർ. അഗസ്ത്യരുടെ ഒരു സംഘകാലത്തിലെ സംഘ സാഹിത്യവുമായി ഉള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. സംഘം എന്ന് പറയുന്നത് ടേം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റാണ്. പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ഒന്നിച്ച് അതിന് ഒരു അക്കാഡമി ഓഫ് പോയറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചരിത്രകാരന്മാർ, ആദ്യകാലത്തെ ചരിത്രകാരന്മാർ പരാമർശിക്കുന്നുണ്ട്. അതിൽ മധുര രാജാക്കന്മാർ, മധുരയിലെ പാണ്ഡ്യന്മാർ ഇവരെ പ്രോത്സാഹനം നൽകി. അങ്ങനെ മധുരയിലൊരു സംഘം ഉണ്ടായിരുന്നു, തമിഴ് സംഘം ഉണ്ടായിരുന്നു, അത് പല കാലങ്ങളിലായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുരുകൻ സമ്പൂർണ്ണമായിട്ടും ദ്രാവിഡമാണ്. മുരുകൻ എന്നുള്ളത് ഒരു ഹിൽ ഗോഡാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ മുരുക ക്ഷേത്രങ്ങളിൽ എവിടെ നോക്കിയാലും എല്ലാം കുന്നിൻ്റെ മേലെയാണ്. അത് ഹിൽ ഡൈറ്റിയാണ്, അത് കുറിഞ്ചി ദേവനാണ്. മുരുകൻ എന്നുള്ളത് വേലൻ എന്നുകൂടി പറയും. 2 പേരുണ്ട്, മുരുകൻ, വേലൻ. ഇത് രണ്ടും ദ്രാവിഡ പേരുകളാണ്. ഇതിന് ശേഷം ആണ് മുരുകന് സ്കന്ദനായിട്ടും കാർത്തികേയനായിട്ടും ഒക്കെ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. വൈദ്യത്തിൻ്റെ മൂലകാരണം മുരുകനായിട്ടാണ് പറയുന്നത്. ജ്യോതിഷത്തിൻ്റെ മൂലകാരണം അറിവിൻ്റെ നാഥനാണ്. ഈ വേലി എന്ന് പറയുന്നത് അറിവാണ്. ഇപ്പോൾ നമ്മുടെ മുട്ടിക്കുളങ്ങര എണ്ണ തുടങ്ങിയത് വേലാണ്ടി വൈദ്യരാണ്. ഈ വേലാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിനി മറികടന്നവനായിട്ടാണ് അറിയുക. ആ അറിവിൻ്റെ പരമോന്നതിയിൽ കിടക്കുന്ന ഒരു സിദ്ധനായിരുന്നു ഈ വേലാണ്ടി വൈദ്യർ. അതുകൊണ്ടാണ് ഈ വേലാണ്ടി വൈദ്യർക്ക് ആ കാലത്ത് തന്നെ വേലാണ്ടി എന്ന് പേര് വരാൻ കാരണം മുരുകനായിട്ടുള്ള ആ ഒരു കണക്ഷനാണ്. ഈ സിദ്ധവൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രേഖകളിൽ ഉണ്ടാകില്ല. ഇത് നാമത്തുകൂടി ജപത്തുകൂടി സ്വയമായിട്ട് ആർജിക്കുന്നൊരു മെൻ്റൽ പവറാണ്. എന്നെ ഈ ഫീൽഡിലേക്ക് വൈദ്യത്തിലേക്ക് പിടിച്ചിറക്കി വിട്ടത് ഒരു ഉപദേശ ഗുരു സുമാരേട്ടൻ. വൈദ്യം തുടങ്ങി 1, 2, 3 മാസം കഴിഞ്ഞപ്പോഴാണ് പഴനിയിലേക്കുള്ള യാത്ര മൂപ്പര് മുഖാന്തരം തുടങ്ങുന്നത്. മാസത്തിലൊരു തവണ പോയി അവിടെ സാഷ്ടാംഗം നമസ്കരിച്ച്
അഭിഷേകം ചെയ്തിട്ട് വരാനാണ് എൻ്റെ അടുത്ത് തന്ന ഉപദേശം. 21 മാസം പോകാനുള്ളൊരു തീരുമാനം എടുത്തു. ആ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ്. അവിടെ പോയിട്ട് ആ മലയിൽ കയറി അവിടുത്തെ കുറച്ച് ആ അന്തരീക്ഷത്തിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു എനർജി സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ പോണ സമയത്ത് ആ ജപം അധോയാമങ്ങളിൽ രാത്രി 10 മണിക്ക് ശേഷം 2:30 മണി വരെ ആണ് സമയം. ആ സമയത്ത് ഗിരിവലം വന്നുകൊണ്ടേയിരിക്കും, ജപം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഇന്ന ഭാഗത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന്. ആ ഭാഗത്ത് അവിടെ കുറച്ച് നേരം ഇരിക്കും. മാസത്തിൽ ഒരു തവണ അതങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എനർജി കൂടി വരും. അപ്പോൾ നമ്മൾ തുടർന്നൊക്കെ ആശ്വാസം കിട്ടും. காலனை நீ ஜெயிக்க கந்தனை பற்றிடடா சொன்னபடி செய்தால் சுப்பிரமணிய குருநாதன் தன்னொளி பெரும் சுடராய் உன்னுள்ளை தான் இருப்பான் ஜெகமாயையை ஜெயிச்சிடவே செப்பினேன் மூலவுமே மூலத்தை நீ ஜெயித்தேன் முக்தனுமாகிடடா அக்ஷரலட்சமிதை அன்புடன் ஜபித்திடில் எண்ணியதெல்லாம் கிட்டும் யமபயம் மகந்தோடும் மூவுலகும் பூஜிக்கும் முருகனருள் முன்னிற்கும். இப்படியாக எண்ணங்கள் பலவிதமாக ஓடும், ஒருமையை நினைக்க முடியாது. கடைசியாக ஒரு முடிவு எடுப்பார், கோபுரத்து மேலே ஏறி அங்கேருந்து குதித்து தன்னோட வாழ்க்கையை முடித்துக்கலான்ட்டு. அப்படி கோபுரத்து மேலே ஏறி அவர் குதிக்கும் போது அவரை தாங்கி அவரை கூட்டிகிட்டு போய் காப்பாற்றணும். அருணகிரிநாதர் கேட்பார், என்னை காப்பாற்றிட்டே இருக்கீங்களே, நீங்கள் யார்? நான் தான்ப்பா நீ கும்பிட்ற கடவுள், நீ கும்பிட்ற முருக கடவுள், அந்த முருக கடவுள் தான் நான் உன்னை காப்பாற்றுறேன். நான் என்ன பண்ணுறது? சும்மா இரு. யாராவது சும்மா இருக்கிறதுக்கு விரும்புவாங்களா? சும்மா இருக்க முடியாது. வினை அவனே சும்மா இருந்தாலும் அவனுடைய அந்த எண்ணங்கள் சும்மா இருக்காது. அந்த ஆத்ம பசியை தீக்கிறதுக்கு பகவான் என்ன பண்ணியிருப்பார்னா, இந்த சரீரத்தோட கர்மாவை அது முடிகிற வரைக்கும் அவர் வெயிட் பண்ணிட்டு. பகவான் என்ன சொல்லியிருக்காருன்னா, எல்லா தோற்றமுமே அவரால் உற்பத்தி பண்ணப்பட்டது. தோற்றமாம் ஆகி தொடர் பருத்து அருளின் ஆற்றலை காட்டுமாம் அருட்பெருஞ்சோதி. அன்பே சிவம் ஆத்மஸ்வரூபமே நிதம் மெய்ஞான ஜோதிய துணை அருட்பெருஞ்சோதி தனிப்பெருங்கருணை அருட்பெருஞ்சோதி. முத்தை தரு பக்தி திருநகை அத்தை கிரை சத்தி சரவண முத்தி குருவித்து குருபரன் என போதும் முக்கட்பரமக்கட்சுருதியின் முற்பட்டது கற்பித்திருவரு 30 முவர்க்க தமரர் அடிப்பேன 10 தலை தத்த கனை கொடு பொற்றை கிரிமற்றை பொறுதுரு பட்ட பகல் வட்ட திகிரியில் இரவாக பக்தர்கிற தத்தை கடவிய பச்சை புயல் மெச்ச தகுபொருள் பட்சத்தொடு ரட்சி தருள்வது ஒரு நாளே தித்தித்தய ஒத்த பரிபுர நித்தம் பதம் வைத்து பைரவி திக்கொட்க நடிக்க கடுகொடு கடுகாட திக்கு பரியட்ட பைரவர் தொக்கு தொகு தொக்கு தொகு தொகு சித்திர பபுரிக்கு திரிகடகை என போத கொத்து பறை கொட்ட கலைமிசை குக்கு குகு குக்கு குகு குகு குத்து புகை புக்கு பிடிகன முது கூகை கொற்புற்றட நட்பற்ற உணர்வு வெட்டி வழியிட்டு குலகிரி குத்து படமுத்து பொறவளை பெருமாளே பெருமாளே பெருமாளே. പഴനിയിൽ ഈ തടാകമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കഥയുണ്ട്. അതായത് ഈ പഴനി മലൻ്റെ മുകളിൽ ഈ ബോഗറി അമ്പലം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ പഴനി തിരുവാവിണക്കുടി എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. അതായത് ഇവിടെയാണ് പോലും മുരുകൻ ജനിച്ചത്. മുരുകൻ ജനിച്ച കഥ വെച്ച് കഴിഞ്ഞാൽ, പരമശിവൻ ഈ ശൂരപത്മനും താരകാസുരൻ്റെയും നിഗ്രഹത്തിന് വേണ്ടിയിട്ട് മുരുകൻ ജനിക്കേണ്ട അവസ്ഥയെ പരമശിവൻ്റെ 3-ാം കണ്ണെന്നുള്ള തേജസ്സാണ് പുറത്തു വരുന്നത്. പക്ഷേ പാർവതിക്ക് അത് എടുക്കാൻ കഴിയുന്നില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. എന്നിട്ടത് അഗ്നിദേവൻ്റെ കയ്യിൽ പോയി. അഗ്നിദേവൻ അത് ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് അഗ്നിദേവൻ വന്നിട്ട് ഒരു തടാകത്തിൽ കൊണ്ടിട്ടു. അത് 6 തുള്ളികളായിട്ട് 6 താമരപ്പൂക്കളിൽ വന്ന് വീഴുകയും ഈ 6 താമരപ്പൂ വിരിഞ്ഞപ്പോൾ അതിൽ 6 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു.
എന്നിട്ട് കാർത്തികേയ നക്ഷത്രങ്ങൾ 6 പേര് വന്ന് ഈ 6 കുട്ടികൾക്ക് മുലപ്പാൽ കൂട്ടി. എന്നിട്ട് പാർവതിദേവി ഇപ്പം കുറച്ച് വളർന്നിട്ട് പാർവതിദേവി വന്ന് വിളിച്ചപ്പോൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ ആ 6 പേരും ഒന്നായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ജ്ഞാനപ്പഴത്തിൻ്റെ സിറ്റുവേഷൻ നടക്കുകയും മറ്റേ വീട്ടിൽ തർക്കമുണ്ടാവുകയും മുരുകൻ പിണങ്ങിയിട്ട് വരുന്ന ഇതേ സ്ഥലത്തേക്കാണ്. പിന്നീടാണ് അവിടെ വന്നിട്ടാണ് ബോഗർ ഇതിൻ്റെ മുകളിൽ മുരുകനെ പ്രതിഷ്ഠിക്കുകയും ശാന്തമാക്കുകയും പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആളിവിടെയായി എന്നാണ്. ഇതുപോലെ താമരപ്പൂവിൽ ജനിക്കുന്ന വേറൊരു ഫിഗറുണ്ട് ബുദ്ധിസത്തിൽ. അത് വന്നിട്ട് പത്മസംഭവം എന്ന് പറഞ്ഞിട്ട് അവലോകിതേശ്വരൻ ധർമ്മശാലയുടെ അടുത്തുള്ള ഏതൊരു തടാകത്തിൽ ഒരു താമരപ്പൂവിൽ വന്ന് ജനിച്ചു വന്നു. അയാളാണ് പിന്നീട് ടിബറ്റിലേക്കും മറ്റ് ഹിമാലയൻ റീജിയനിലേക്കൊക്കെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഭക്തി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇതൊരു ഹിസ്റ്റോറിക് ആസ്പെക്റ്റ് അല്ല അതിനുള്ളത്. ഒരു ഡയറ്റിയുടെ മുരുകൻ്റെ ഒറിജിനോ അയാളുടെ ഐഡൻറ്റിറ്റിയോ അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. ഭക്തി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ്, ഒരു സീക്രട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും. പൊതുവേ ഖസാക്കുകാർ സഞ്ചാരികളല്ല. എന്നാൽ പണ്ടാരന്മാരുടെ സ്ഥിതി മറിച്ചാണ്. അവർക്ക് ഖസാക്കിൽ വേരുകളില്ല, പിൻകുടുമകൾ മാത്രമേ ഉള്ളൂ. ഖസാക്കിലെ പുള്ളിവെയിലും കടന്ന് അവർ പുറത്തിറങ്ങി പൊള്ളാച്ചിയും ഉടുമലപ്പേട്ടയും വഴി കൊങ്ങ് നാട്ടിലൂടെ ചുറ്റിത്തിരിഞ്ഞു. അവിടെ വേലായി പണ്ടാരം വടിവേൽ സ്വാമിയും കരുമാണ്ടി പണ്ടാരം കരുമപ്പെരുമാളുമായി. എങ്ങനെയാണ് നമ്മൾ മുരുകനെ റീകളക്ട് ചെയ്യുക? അയാൾ ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണോ അല്ലയോ, അയാൾ ശരിക്കും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണോ ചോദ്യം? അതോ എന്താണ് അയാളുടെ ഐഡൻറ്റിറ്റി? അയാൾ പരമശിവൻ്റെയും പാർവതിയുടെയും മകനാണോ? അതോ അയാൾ ഏതെങ്കിലും സിദ്ധറുകളുടെ ഒരു ദത്താത്രേയനെയൊക്കെ പോലുള്ളൊരു കൾട്ട് ഫിഗറാണോ? അതോ അയാൾ ഏതെങ്കിലും ഒരു ട്രൈബൽ ഗോഡാണോ പിന്നീട് ഇവഞ്ച്വലി ഈ മതത്തിൻ്റെ അകത്തേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് ഈ കൾച്ചറൽ സ്റ്റഡീസിലോ അല്ലെങ്കിൽ റിലീജിയസ് ഫിലോസഫിയിലൊക്കെ നോക്കുമ്പോൾ. മുരുകൻ എത്ര നൂറ്റാണ്ട് തൊട്ടുണ്ട്, എപ്പോൾ ജനിച്ചു, അയാൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കഥയിൽ അയാളുണ്ടല്ലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല. ഈ മുരുകൻ എന്നുള്ളൊരു എൻറ്റൈറ്റീനെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അവരുടെ ഒരു മെറ്റാഫിസിക്കൽ ഏണിംഗ് ആയിട്ട് അവരൊരുപാട് ഫോക്കസ് ചെയ്യും. അവരുടെ മെറ്റാഫിസിക്കൽ ഏണിങ്ങിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള അവർ ഹാലൂസിനേറ്റ് ചെയ്യുകയാണോ, ശരിക്കുമുണ്ടോ, യൂണിവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യണോ നമുക്കറിയില്ല. പക്ഷേ ലൈക്ക് പീപ്പിൾ ആർ എക്സ്പീരിയൻസിങ് ദിസ് കൈൻഡ് ഓഫ് തിങ്, ഓർ അറ്റ്ലീസ്റ്റ് ദേ ആർ ഇൻ നീഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ്. പാലക്കാട് കിഴക്കുന്ന് കാറ്റ് വീശും. ആ കാറ്റ് നമ്മുടെ ഉറക്കത്തിലേക്കാണ് വീശുന്നത്. കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മറന്നുപോയ പല സ്വപ്നങ്ങളും ഓർമ്മ വരും. പണ്ടാരൻ കഥ പറഞ്ഞു തുടങ്ങി. കിഴക്ക് പോകുന്നത് പൊള്ളാച്ചി വണ്ടിയിലല്ല, കാൽനടയുടെ ഭിക്ഷാടനത്തിൻ്റെ പ്രാകൃതാനുഭൂതി. നല്ലെണ്ണയുടെയും ചാന്തുപൊട്ടിൻ്റെയും മണമുള്ള പെണ്ണുങ്ങൾ, മറ്റേതോ വെയിലിൻ്റെ തീക്ഷ്ണതയ്ക്കിടയിൽ ചെവിടിമണ്ണിൻ്റെ വ്യതിയാന ശൂന്യതയിലൂടെ നീളുന്ന ചവിട്ടടി പാത.
போகாமல் இருக்க முடியாது குருவே. அந்த விழி வர்றതിനോട് സത്യമല്ല. ഗസാക്കിൽ കിടന്നുറങ്ങുമ്പോൾ അവർ കിഴക്കൻ കാറ്റിലൂടെ ചുരം കടന്നു വന്ന് മയിൽവാഹന പണ്ടാരത്ത് തൊട്ടു വിളിച്ചു. ചെവിടി മണ്ണിലെ ദൈവങ്ങളായിരുന്നു അവർ.